everyone Autovity channel പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇന്നോവ 2006 ടൈപ്പ് 1 മോഡൽ വി വണ്ടിയുടെ കുറച്ച് അപ്ഗ്രേഡേഷൻ വർക്കാണ്. നമുക്ക് ഇതിനകത്ത് 3 വർക്കുകളാണ് ചെയ്യുന്നത്. മെയിനായിട്ട് ചെയ്യാനുള്ള വർക്ക് അതിൻ്റെ കീ സിസ്റ്റം മാറ്റിയതിന് ശേഷം അതിനകത്തേക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വിത്ത് കീലെസ് എൻട്രിയോട് കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മളിത് ഒരു മാക്സിമം പ്ലഗ് ആൻഡ് പ്ലേ എന്നുള്ള ഇതിലാണ് ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇതിനകത്ത് വരുന്ന സ്റ്റിയറിംഗ് സാധാരണ സ്റ്റിയറിംഗ് ആണ്, എയർ ബാഗ് ഉണ്ട്. അതിനകത്ത് കീ സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമ്മളത് മാറ്റിയിട്ട് ഒരു ക്രിസ്റ്റയുടെ വിത്ത് എയർ ബാഗ് അതുകൊണ്ട് തന്നെ കീ കൺട്രോൾ ഇതെല്ലാം ഉള്ള ഒരു സ്റ്റിയറിംഗിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. അതേപോലെ തന്നെ സ്റ്റീരിയോ മാറ്റിയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോ ആക്കണം. ഈ 3 വർക്കുകളാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാനുള്ളത്. ഞാൻ ഈ വണ്ടി ചെയ്യുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഇതിനകത്തുള്ള ഇപ്പം നിലവിലത്തെ സ്ഥിതി എന്ന് ഞാൻ നിങ്ങളിത് കാണിച്ചു തരാം. അതിനുശേഷം ഈ വർക്ക് കഴിഞ്ഞതിന് ശേഷം എന്തൊക്കെയാണ് നമ്മൾ വരുത്തിയിരിക്കുന്ന മാറ്റങ്ങളെന്നും നിങ്ങളെയൊന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം. ഇതാണ് നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഇന്നോവ. ഈ വണ്ടിയിൽ ഇതിൻ്റെ ഓണർ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഹെഡ് ലാമ്പൊക്കെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് ടൈപ്പ് 2 തന്നെ ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻറ്റീരിയറിലൊക്കെ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെ വർക്കുകളാണ് ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളത്, എന്തൊക്കെ മാറ്റങ്ങളാണ് ഇതിൻ്റെ അകത്ത് വരുത്താനുള്ളതെന്ന് നമുക്ക് നോക്കാം. ഈ വണ്ടി ശരിക്കും 2021 ജൂലൈയിൽ ചെയ്ത വണ്ടിയാണ്. ഇതിൻ്റെ വീഡിയോ നമുക്കിപ്പോഴാണ് അപ്ലോഡ് ചെയ്യാൻ എഡിറ്റ് ചെയ്യാനുള്ളൊരു സൗകര്യം കിട്ടിയത്. ഇത് വി വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഈ വണ്ടിക്കകത്ത് എയർ ബാഗ് ഉണ്ട്. പക്ഷേ അന്നത്തെ സമയത്ത് ഇതിന് സ്റ്റിയറിങ്ങിൽ സ്വിച്ചോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ സ്റ്റിയറിങ് മാറ്റിയിട്ട് ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് ആണ് വെക്കാൻ പോകുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾ എല്ലാം ഉള്ള ഒരു സ്റ്റിയറിംഗ് ആണ് ഇതിലേക്ക് വെക്കുന്നത്. ആ സ്റ്റിയറിംഗ് കൺട്രോൾ നമ്മളിപ്പോൾ ഈ ഇരിക്കുന്ന സെറ്റ് മാറ്റിയിട്ട് പുതിയ ആൻഡ്രോയിഡ് സ്റ്റീരിയോ വെച്ചിട്ട് അതുമായിട്ട് പെയർ ചെയ്ത് എല്ലാ സ്വിച്ചും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കിയെടുക്കും. നിലവിൽ ഈ വണ്ടിയിലിരിക്കുന്ന ഒരു 7 ഇഞ്ചിൻ്റെ സ്റ്റീരിയോ ആണ്. നമ്മൾ ഈ സ്റ്റീരിയോ മാറ്റിയിട്ട് ഒരു 9 ഇഞ്ചിൻ്റെ സ്റ്റീരിയോ ആണ് ചെയ്യുന്നത്. ആ 9 ഇഞ്ച് സ്റ്റീരിയോ നമ്മൾ ചെയ്യുമ്പോൾ ഈ കുഴിഞ്ഞിരിക്കുന്ന നോബ് ഇങ്ങനത്തെ ടൈപ്പ് നോബുകളൊക്കെ മാറ്റിയിട്ട് ടൈപ്പ് 3ലും 4ലും വരുന്ന പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്ന ടൈപ്പ് നോബും അതുകൊണ്ട് തന്നെ സൈഡിൽ ഉപയോഗിക്കുന്ന AC പാനൽസ് എല്ലാം കളർ വ്യത്യാസമില്ലാത്ത ഒറിജിനൽ ടൊയോട്ടയുടെ പാർട്സുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളത് ചെയ്യുന്നത്. പിന്നെ ഈ ഉഡൻ പാനലിൻ്റെ കിറ്റ് നമുക്കിപ്പോൾ ആഫ്റ്റർ മാർക്കറ്റ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറിന് ചേരുന്ന കളറുകൾ നമുക്ക് പുറത്തുനിന്ന് വാങ്ങി ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വണ്ടിയുടെ ഒരു മെയിനായിട്ടുള്ള വർക്കാണ്. ഇതിൻ്റെ ഈ താക്കോലിലുള്ള സ്റ്റാർട്ടിങ് മാറ്റിയിട്ട് ഇതിൽ കീലെസ് എൻട്രിയോട് കൂടിയ പുഷ് ബട്ടൺ സ്റ്റാർട്ടിംഗ് സിസ്റ്റം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് 2 ദിവസമാണ് വണ്ടി തന്നിരിക്കുന്നത്. ഫസ്റ്റ് ദിവസത്തെയും സെക്കൻഡ് ദിവസത്തെയും 2 പാർട്ടായിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വർക്ക് ഇപ്പോൾ ഈ സ്റ്റീരിയോയും സ്റ്റിയറിംഗുമാണ്, അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണിക്കാം. അതിനുശേഷം നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ വീഡിയോയിലേക്ക് പോകാം. സ്റ്റിയറിങ്ങിൻ്റെയും സ്റ്റീരിയോയുടെയും ഒരുപാട് വീഡിയോകൾ നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇത് ക്രിസ്റ്റയുടെ സ്റ്റിയറിംഗ് ആണ്, അതുകൊണ്ട് തന്നെ ഫോർച്യൂണറിൻ്റെ ഏത് സ്റ്റിയറിംഗ് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യുന്ന പുഷ് ബട്ടൺ സ്റ്റാർട്ടിനെ കുറിച്ചാണ്. നമുക്ക് ഇനി ആ ഒരു സെക്ഷനിലേക്ക് കിടക്കാം. ഞാൻ ഈ വണ്ടിയുടെ കീ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് നിലവിൽ ഈ വാഹനത്തിൻ്റെ ഇപ്പോഴത്തെ കീ. നമ്മൾ ഇതിട്ടാണ് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം നിലവിൽ. ഇനി ഈ കീ മാറ്റി സ്മാർട്ട് കീ ആക്കി ഇവിടെ പുഷ് ബട്ടൺ സ്റ്റാർട്ട് വെച്ച് വണ്ടിയുടെ ഫുൾ കൺട്രോൾ അതിലേക്ക് ആക്കുന്ന ഒരു ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഞാൻ നിങ്ങളെ ഈ ഡിവൈസിനെ കുറിച്ചൊന്ന്, നമ്മൾ ഇതിനകത്ത് ഫിറ്റ് ചെയ്യാൻ പോകുന്ന ഡിവൈസിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ടിനകത്ത് വരുന്ന സാധനങ്ങൾ. ഇതാണ് ഇതിൻ്റെ മെയിൻ കൺട്രോൾ യൂണിറ്റ്. ഇത് അതിൻ്റെ കേബിളാണ്. ഈ കേബിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. 2 സൈഡും പ്ലഗ് ആൻഡ് പ്ലേ ടൈപ്പാണ്. ഇത് ക്രിസ്റ്റിക്ക് വരുന്നതാണ്. ഇത് ഇതിൻ്റെ മെയിൻ കേബിളാണ്. ഇതിനാണ് ഇഗ്നിഷൻ കോയിലിൻ്റെ കേബിൾ വരുന്നത്. ഇത് ഇതിൻ്റെ കണക്ടർ കേബിളാണ് വരുന്നത്. ഈ 2 കേബിൾ കണക്ടർ കേബിളാണ്. ഇത് ഇതിൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂളാണ്. നമുക്ക് ഈ വണ്ടി ഈ ബ്ലൂടൂത്ത് വഴി ഇതിൽ ആക്സസ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇത് 2 ഇതിൻ്റെ ലോ ഫ്രീക്വൻസി ആൻറ്റിനയാണ്. ഇത് ഹൈ ഫ്രീക്വൻസി ആൻറ്റിനയാണ്. ഇത് ഒരെണ്ണം ഈ ആൻറ്റിന ലോ ഫ്രീക്വൻസി ആൻറ്റിനയാണ്. പിന്നെ ഇത് റീസെറ്റ് ബട്ടണാണത്. ഇതിൻ്റെ റീസെറ്റ് ബട്ടൺ വരുന്നുണ്ട് ഇതിനകത്ത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ LED ആണ്. ഇത് പാസ്വേഡ് അൺലോക്ക്. ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഈ സൈഡിൽ പാസ്വേഡ് വരുന്നുണ്ട്. ആ പാസ്വേഡ് അടിച്ച് നമുക്കിത് അൺലോക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് ഇതിൻ്റെ പുഷ് ബട്ടൺ സ്വിച്ച്. ഇതാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന പുഷ് ബട്ടൺ സ്വിച്ച്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു പുഷ് ബട്ടൺ സ്വിച്ചാണ് ഇതിൻ്റെ അത് വരുന്നത്.
ഇത് കൂടാതെ ക്രിസ്റ്റ ആണെന്നുണ്ടെങ്കിൽ ക്രിസ്റ്റയ്ക്ക് ഇങ്ങനത്തെ സ്വിച്ച് വരുന്നുണ്ട്. ഈ ടൈപ്പ് സ്വിച്ച് നമുക്ക് ക്രിസ്റ്റയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ 2 മോഡൽ പുഷ് ബട്ടൺ സ്വിച്ചുകളാണ് നമുക്ക് വരുന്നത്. ഇത് ഏത് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യാം. ഓക്കെ, അതേപോലെ പിന്നെ വരുന്ന സാധനമാണ് ഇതിൻ്റെ റിമോട്ട്. ക്രിസ്റ്റയുടെ അതേ റിമോട്ടാണ് നമുക്ക് വരുന്നത്. ഇസഡിൻ്റെ വരുന്ന അതേ റിമോട്ടാണ് വരുന്നത്. ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടി നല്ല റിമോട്ടാണത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ലോഗോ വയ്ക്കാം. എന്നിട്ട് ഈ ക്യാപ്പ് വെച്ച് നമ്മൾ അടച്ചു വയ്ക്കുക. അങ്ങനെയാണ് ചെയ്യുന്നത്. ഈ കിറ്റാണ് നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഏറ്റവും മികച്ച ക്വാളിറ്റി പ്രൊഡക്റ്റാണിത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ലഭ്യമല്ല. ഇത് നമ്മൾ ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ്. 4500 രൂപ മുതൽ വിലയുള്ള കിറ്റുകൾ ഇന്ന് മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടിയ ടോപ്പ് ക്വാളിറ്റി കിറ്റുകൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത് ടൊയോട്ടയുടെ വാഹനങ്ങളാണ്. ഇന്നോവ, ക്രിസ്റ്റ, ഫോർച്യൂണർ എന്നീ വാഹനങ്ങളിലൊക്കെ ഈ ഒരു മെയിനായിട്ട് വരുന്ന കപ്ലർ നമ്മൾ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ടാണ് ചെയ്തു വരുന്നത്. ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്തെടുത്തതാണ്. അതുകൊണ്ട് വണ്ടിയുടെ വാറൻറ്റി കട്ടാതെ തന്നെ നമുക്ക് ഈ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ അടക്കം എല്ലാ വർക്കുകളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ചെയ്ത വർക്കുകളൊക്കെ ഒന്ന് നോക്കാം. നമ്മൾ കിറ്റിനോടൊപ്പം പരിചയപ്പെടുത്തിയ 2 സ്മാർട്ട് കീ ഉണ്ട്. ആ കീ വെച്ചാണ് നമുക്ക് ഇനി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കീ നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഒരു 3 മീറ്ററിനും 1.5 മീറ്ററിനും ഉള്ളിൽ വെച്ച് വണ്ടി ഓട്ടോമാറ്റിക്കലി അൺലോക്ക് ആവും. അതുകൊണ്ട് തന്നെ നമ്മൾ വാഹനത്തിൻ്റെ അടുത്തുനിന്ന് പോകുമ്പോൾ ഈ ഡിസ്റ്റൻസിൽ തന്നെ വണ്ടി ലോക്ക് ആവുകയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ പാസീവ് കീലെസ് എൻട്രി സിസ്റ്റം എന്ന് പറയുന്നത്. നമ്മൾ പുഷ് ബട്ടൺ ഫിറ്റ് ചെയ്തിരിക്കുന്നത് കീ ഹോളിൽ തന്നെയാണ്. ഇഷ്ടാനുസരണം ഇത് മാറ്റി വെക്കാൻ സാധിക്കുന്നതുമാണ്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ ഈ വർക്ക് ചെയ്തിട്ട് ഏകദേശം 8 മാസം കഴിഞ്ഞു. ഇപ്പോഴും ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ 3.5 വർഷമായിട്ട് പല വണ്ടികളിലും നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുത്തത് ഒരു പ്രോബ്ലവും ഇല്ലാതെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടി ചൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഈ ഒരു യൂണിറ്റ് നമ്മൾ ക്രിസ്റ്റയിൽ ഫിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ക്രിസ്റ്റയുടെ ആ പാനൽ മാറി നമുക്ക് ടോപ്പ് മോഡൽ ഇസഡിൽ വരുന്ന അതേ രീതിയിൽ തന്നെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. ഈ കീ ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. ക്രിസ്റ്റയിലൊക്കെ വരുന്ന ഇതേ സെയിം കീ തന്നെയാണ്. അപ്പം ഇതേപോലെ നിങ്ങളുടെ വാഹനം അപ്ഗ്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.